ഹായ്, മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഇന്ന് പൂജവെപ്പ് ദിവസമല്ലേ. എല്ലാ കുഞ്ഞുങ്ങളും എന്ത് സന്തോഷത്തിലാണെന്ന് പൂജ വെച്ച് കഴിഞ്ഞാൽ ഇനി 2-3 ദിവസത്തേക്ക് ആർക്കും വായിക്കണ്ട. ആ ഒരു സന്തോഷത്തിൽ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തെ നമ്മൾ പൂജവെപ്പും വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഒരു സന്തോഷമാണെന്നറിയാമോ. പൂജയെടുപ്പും പൂജവെപ്പും എന്നാണെന്നാണ് നമ്മൾ തിരക്കുന്നത്. കാര്യം നമുക്ക് പുസ്തകം എടുക്കണ്ട. പുസ്തകം കൊണ്ട് വിളക്കിൻ്റെ മുമ്പേ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കുന്ന ആ ഒരു ഇത് വരുമ്പോഴത്തേക്ക് അയ്യോ നാളെ തൊട്ട് വായിക്കണമല്ലോ എന്നുള്ള ഒരു വിഷമമാണ്. അപ്പം നമ്മുടെ തൊട്ടുമേൽ നമുക്ക് ക്ഷേത്രമുണ്ട്. അപ്പം ഇവിടെ നിന്ന് ഞാനിപ്പോൾ അമ്പലത്തിൽ പോയിട്ടിറങ്ങി വന്നതാണ്. അപ്പം ഇന്നും നാളെയും 4 ദിവസവും ക്ഷേത്രം തുറക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നിപ്പം എല്ലാവരും കൊണ്ടുവന്ന് പുസ്തകം പൂജയ്ക്ക് വെച്ചു. അപ്പം ഈ നവരാത്രി 10 ദിവസത്തെ ആ ഒരു ഐതിഹ്യം, ഈ നമ്മുടെ ആ ഒരു 10 ദിവസത്തെ ഐതിഹ്യം എനിക്കൊരു വീഡിയോ കിട്ടിയായിരുന്നു. ആ വീഡിയോ കേട്ടപ്പോഴത്തേക്കാണ് ആ ഒരു സ്ത്രീ, അതായത് നമ്മൾ ആ ഒരു അതിൻ്റെ ഒരു ഇതെന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. ആ ഒരു വീഡിയോയിൽ കൂടി ഞാൻ അതിൻ്റെ ഒരു ഇതെല്ലാം ഞാൻ കണ്ടു മനസ്സിലാക്കി. ഒരു കുഞ്ഞ് വളർന്ന് അത് പൂർണ്ണതയിലെത്തി. അത് അവസാനം ആ ഒരു ശിവനും പാർവതിയും അങ്ങനെ ഓരോ രൂപങ്ങളിലേക്ക്, പാർവതീ ദേവി ഓരോ രൂപങ്ങളിലേക്ക് പോകുന്ന ആ ഒരു ഇതും, അങ്ങനെ ആ ഒരു ഒത്തിരി നേരം നീണ്ടു നിൽക്കുന്നൊരു വീഡിയോ ഞാൻ കണ്ടു. അപ്പം അതൊരു വല്ലാത്തൊരു അറിവാണ് ആ ഒരു വീഡിയോ എനിക്ക് കിട്ടിയത്. അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഞാൻ ഒരു 2-3 പ്രാവശ്യം ഞാനത് കേട്ടു. അങ്ങനെയൊക്കെ ഉള്ളൊരു അറിവ് നമുക്ക് കിട്ടുമ്പോഴത്തേക്ക് എന്ത് സന്തോഷമാണല്ലേ. പൂജവെപ്പും പൂജയെടുപ്പും എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ഒരു, നമ്മുടെയൊക്കെ ചെറുപ്രായം തൊട്ടേ അതൊരു വല്ലാത്തൊരിത് തന്നെ. പൂജയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് കുട്ടൂസ് മോൻ ഇരുന്ന് കണ്ടോ, എന്തൊരു സന്തോഷത്തിലിരിക്കുന്ന കണ്ടോ. ഭയങ്കര സന്തോഷത്തിൽ അങ്ങനെ ഇരിക്കുക കുട്ടൂസ് മോൻ. പഠിക്കണ്ടല്ലോ എന്ന്. അല്ലെങ്കിലും കുട്ടൂസ് മോൻ 2-3 ദിവസം കൊണ്ട് അവധിയായിരുന്നു. കുട്ടൂസ് മോൻ്റെ സ്കൂളിൽ അവിടെ പിള്ളേർക്ക് പരിപാടി നടക്കുന്നത്, വലിയ പിള്ളേർക്ക് കണ്ട പരിപാടി നടക്കുന്നത് കൊണ്ട് കുട്ടൂസ് മോനൊക്കെ 2-3 ദിവസം കൊണ്ട് അവധിയായിരുന്നു. അതുകൊണ്ട് കുട്ടൂസ് മോൻ 2-3 ദിവസം കൊണ്ടേ വീട്ടിൽ ഉണ്ട്. അപ്പോൾ ഇനി 2-3 ദിവസത്തേക്ക് വീണ്ടും അവധിയാണ്. പിന്നെ ഇനിയിപ്പം ഡിസംബർ ആകുമ്പോൾ 10 ദിവസം പിന്നെ ക്രിസ്മസ് അവധിയായി. കുട്ടൂസ് മോൻ കൊണ്ട് കോള് തന്നെ അവധിയിടാം. അപ്പം വിളക്കൊക്കെ കത്തിച്ചു. വിളക്ക് കത്തിച്ചിട്ടാണ് ഞാൻ അമ്പലത്തിലേക്ക് പോയത്. അമ്പലത്തിൽ പോയി തൊഴുത്. എന്നും കാല് വയ്യാത്തതുകൊണ്ട് എന്നും കയറി പോകാൻ പറ്റാത്ത ഒരു വിഷമമാണ്. അവിടെ ചെന്ന് തൊഴുത് നമ്മൾ വരുന്നത് പോലെയല്ല. നമുക്ക് ശിവക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിലും ഗണപതി അമ്പലത്തിലും എല്ലാ അമ്പലങ്ങളിലും പൂജ കഴിയുന്നത് വരെ നമ്മൾ ചവിട്ടി നിന്ന്, നമ്മൾ പോയാൽ കൊള്ളാം നമ്മളത് ചെയ്യുന്നത്, നമ്മൾ ആ പൂജ കഴിയുന്നത് വരെ നമ്മൾ അവിടെ ചവിട്ടി നിന്ന്. അപ്പോൾ അത്രയും നേരവും നമുക്ക് ചവിട്ടി നിൽക്കുന്ന കാര്യം ആ ഒരു ബുദ്ധിമുട്ട്. ഇന്ന് ഞാൻ നിന്നു. എന്തോ എനിക്ക് ഈ പറഞ്ഞ കണക്ക് നമുക്ക് ആ കഷായമൊക്കെ പോയി കുടിച്ചതിൻ്റെ ഒരു ഇതായിരിക്കും. പക്ഷേ നാളെ ഇനി പോവേണ്ട ദിവസമാണ്. നാളെ ഡോക്ടർ OP ദിവസം. നാളെ ഇട്ട് ചെല്ലാനുള്ള, നാളെ അഡ്മിറ്റിന് ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ 2 മാസം 2-3 മാസം കഴിഞ്ഞുള്ള ഒരിത്. പക്ഷേ നാളെ ഡോക്ടറെ OP ദിവസം നാളെ ചെല്ലേണ്ടതാണ്. മരുന്ന് ഇന്നുകൊണ്ട് തീരുകയും ചെയ്തു. പിന്നെ എന്ത് വേണമെന്നുള്ള ഞാൻ ആലോചിക്കുകയാണ്. ഇല്ലെങ്കിൽ പിന്നെ നമ്മളത് കഴിച്ചതിനൊരു ഉപയോഗം ഇല്ലാതെ പോകും. അതാണ് ഇനിയിപ്പം ഇതായി പോണത്. അങ്ങനെ ഒരു വിഷമത്തിലാണ് ഇപ്പോൾ. കഴിച്ചതിൽ എനിക്ക് നല്ല ഒരു ഇതുണ്ട് എനിക്കത്. കഷായം കുടിച്ചാലും കഷായം ഒരേ ഉപ്പി കൂടെയൊക്കെ കുടിക്കുകയാണെങ്കിൽ, നമ്മൾ ഡോക്ടർ പറയുന്ന കണക്കത് കുടിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റേതായ ഉപയോഗം വരും. അതാണ് ഉള്ള ഒരിത്. അപ്പം എല്ലാവർക്കും നവരാത്രി ആശംസകൾ. ഇന്ന് പൂജവെപ്പ് എല്ലാവരും പൂജയൊക്കെ വെച്ച് കാണും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട്
എൻ്റെ കുഞ്ഞു വീഡിയോ ഞാനിന്ന് അമ്പലത്തിലൊക്കെ പോയി പൂജ വെച്ചതിൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പൂജയൊക്കെ വെച്ച് കാണുമെന്ന് ഇതാക്കുന്നുണ്ട്. ആ ഒരു ഇത് അറിയിക്കാൻ വേണ്ടി മാത്രം ഞാനൊരു കുഞ്ഞു വീഡിയോ ഇപ്പോൾ ഇട്ടതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റാ, ബായ്.